ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ മനസ്സിന്റെ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത എന്നാൽ 100% ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സൈക്കോളജിക്കൽ സത്യങ്ങളാണ്. ഇതിൽ 4ാമത്തെ പോയിന്റ് മറ്റുള്ളവർ നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഒന്നാണ്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. ആദ്യത്തെ കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സ്കൂളിലോ കോളേജിലോ ഒക്കെ നമ്മോടൊപ്പം അടുത്തടുത്തിരിക്കുന്ന ആളുകളുമായി മാത്രം നമ്മൾ പെട്ടെന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നത് എന്ന്? അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായി പെട്ടെന്ന് അടുപ്പത്തിലാകുന്നത്? സൈക്കോളജിയിൽ ഇതിനെ പ്രോക്സിമിറ്റി എഫക്റ്റ് എന്ന് വിളിക്കുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ ഒരു വ്യക്തിയെ തുടർച്ചയായി കാണുകയോ അവരുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തി അപകടകാരിയല്ല എന്നൊരു സന്ദേശം തലച്ചോറിന് ലഭിക്കുന്നു. അതോടെ മനസ്സറിയാതെ തന്നെ അവരോട് ഒരു പ്രത്യേക സുരക്ഷിതത്വവും അടുപ്പവും കാണിക്കാൻ തുടങ്ങും. അതായത്, ഒരാളോട് അടുപ്പം തോന്നാൻ അവർ വളരെ നല്ലവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ അവരെ സ്ഥിരമായി കാണുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രണയങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലും ഈ ഒരു സൈക്കോളജി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, പ്ലാസിബോ ഇഫക്റ്റ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തി. ഒരു കൂട്ടം രോഗികൾക്ക് യഥാർത്ഥ മരുന്നിന് പകരം വെറും പഞ്ചസാര ഗുളികകൾ നൽകി. പക്ഷേ അവരോട് പറഞ്ഞത്, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച മരുന്നാണ്, ഇത് കഴിച്ചാൽ നിങ്ങളുടെ രോഗം മാറും എന്നാണ്. രസകരമായ കാര്യം എന്തെന്നാൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ രോഗികളുടെ അസുഖം പകുതിയിലധികം ഭേദമായി. നമ്മുടെ മനസ്സ് ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചാൽ അതിനനുസരിച്ച് ശരീരത്തിൽ രാസമാറ്റങ്ങൾ അഥവാ കെമിക്കൽ ചേഞ്ചസ് വരുത്താൻ തലച്ചോറിന് കഴിയും. നിങ്ങൾ എനിക്ക് സുഖമാകും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ ശരീരം സ്വയം രോഗശാന്തിയിലേക്ക് പോകും. അതേപോലെ തന്നെ എനിക്ക് എന്തോ വലിയ രോഗമുണ്ടെന്ന് എപ്പോഴും വിചാരിച്ചാൽ ഒരു അസുഖവുമില്ലെങ്കിലും ശരീരം തളർന്നു പോകും. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ശരീരത്തെ രോഗിയാക്കാനും ആരോഗ്യമാക്കാനും കഴിയും എന്നതിൻ്റെ തെളിവാണ്. അടുത്തത്, ബൈസ്റ്റാൻഡർ എഫക്റ്റ്. മൂന്നാമത്തെ കാര്യം നമ്മൾ സമൂഹത്തിൽ സ്ഥിരമായി കാണുന്ന ഒന്നാണ്. വഴിയിൽ ഒരു അപകടം നടക്കുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാകും. പക്ഷേ ആരും പെട്ടെന്ന് സഹായിക്കാൻ മുന്നോട്ട് വരില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് ദയയില്ലാത്തത് കൊണ്ടാണോ ഇത്? അല്ല. സൈക്കോളജിയിൽ ഇതിനെ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് വിളിക്കും. ആൾക്കൂട്ടം കൂടുന്തോറും ആളുകളുടെ ഉത്തരവാദിത്വബോധം വൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചുറ്റും ഇത്രയും ആൾക്കാർ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകും എന്ന് ഓരോ വ്യക്തിയും കരുതുന്നു. ഇതിൻ്റെ ഫലമായി അവസാനം ആരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതേ അപകടം ഒരു വിജനമായ സ്ഥലത്താണ് നടക്കുന്നതെങ്കിൽ, അവിടെ മറ്റൊരാൾ മാത്രമേയുള്ളൂ എങ്കിൽ ആ വ്യക്തി സ്വന്തം ഉത്തരവാദിത്തമായി എടുത്ത് ഓടി വന്ന് സഹായിക്കും. വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടത്തിൽ പെടുകയാണെങ്കിൽ ആരെയെങ്കിലും സഹായിക്കൂ എന്ന് പൊതുവായി വിളിക്കരുത്. പകരം ആൾക്കൂട്ടത്തിലെ ഒരാൾ വിരൽ ചൂണ്ടി, ചുവന്ന ഷർട്ടിട്ട ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് കൃത്യമായി വിളിച്ചു പറയുക. അപ്പോൾ അവരുടെ ഉപബോധ മനസ്സ് ഉണരുകയും അവർ സഹായിക്കുകയും ചെയ്യും. നാലാമത്തേത്, ഡാർക്ക് സൈക്കോളജി അഥവാ ഫോമോ. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ സാധനങ്ങൾ നോക്കുമ്പോൾ കാണാറില്ലേ, ഓൺലി 2 items ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക്, അല്ലെങ്കിൽ ഓഫർ എൻഡ് ഇൻ 10 minutes എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ പരിഭ്രാന്തരാകും. ഇതിനെ സൈക്കോളജിക്കൽ ഫോമോ അല്ലെങ്കിൽ ഫെയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നു. അതായത്, ഇത് ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന ഭയം. യഥാർത്ഥത്തിൽ നമുക്ക് ആ വസ്തുവിൻ്റെ ആവശ്യം അപ്പോൾ ഉണ്ടാകില്ല. പക്ഷേ ഈ സൈക്കോളജിക്കൽ ട്രിക്ക് വഴി കമ്പനികൾ നമ്മളെ കൊണ്ട് അനാവശ്യമായി പണം ചെലവഴിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ പരസ്യം ശ്രദ്ധിക്കുക. പോയിന്റാണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഐ കോണ്ടാക്ട്. അഞ്ചാമത്തെ കാര്യം, ഒരാൾ നിങ്ങളോട് സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ്. മനുഷ്യർക്ക് വാക്കുകൾ കൊണ്ട് കള്ളം പറയാൻ കഴിയും, പക്ഷേ അവരുടെ ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് സത്യം വിളിച്ചു പറയും. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തുടർച്ചയായി ഇടത്തോട്ടും മുകളിലോട്ടും നോക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഓർമ്മയിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുകയാണ്, അതായത് സത്യം ഓർത്തെടുക്കുന്നു. എന്നാൽ അവർ വലത്തോട്ടും മുകളിലോട്ടും ആണ് നോക്കുന്നതെങ്കിൽ അവരുടെ തലച്ചോറ് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്, അതായത് കള്ളം പറയാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്.
അതുപോലെ സംസാരിക്കുമ്പോൾ കൈ കെട്ടിവെച്ചിരിക്കുകയോ ബോഡി പിന്നോട്ട് വലിഞ്ഞിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ സംഭാഷണത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. അവസാനത്തെയും കാര്യം നമ്മുടെ ശീലങ്ങളെക്കുറിച്ചാണ്, അഥവാ റൂൾ, ഹാബിറ്റ് ഫോർമേഷൻ. നമ്മളിൽ പലരും ഒരു പുതിയ ശീലം, ഉദാഹരണത്തിന് ജിമ്മിൽ പോവുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പഠിക്കുക, പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ മടി കാരണം അത് നിർത്തും. എന്നാൽ സൈക്കോളജി പറയുന്നത് ഒരു പുതിയ കാര്യം തുടർച്ചയായി 21 ദിവസം ചെയ്താൽ നമ്മുടെ തലച്ചോറ് അതിനെ ഒരു ശീലമാക്കി, അഥവാ ഹാബിറ്റായി മാറ്റും. ആ 21 ദിവസത്തിന് ശേഷം അത് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാട് തോന്നില്ല. അത് തുടർച്ചയായി 90 ദിവസം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതശൈലി, അഥവാ ലൈഫ് സ്റ്റൈൽ ആയി മാറും. അതുകൊണ്ട് ഒരു കാര്യം തുടങ്ങുമ്പോൾ ആദ്യത്തെ 21 ദിവസം മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കുക, ബാക്കി തലച്ചോറ് നോക്കിക്കൊള്ളൂ. ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഏതെന്ന് താഴെ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.